ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 10th ചാപ്റ്റർ ആയ സൽനിമിത്തേ വരം ത്യാഗഃ എന്ന ചാപ്റ്ററാണ്. അതായത് നല്ല കാര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം ശ്രേഷ്ഠമാണ്, നല്ലതാണ് എന്ന്. സംസ്കൃത വാഗ്മയെ കഥാസാഹിത്യസ്യ വിശിഷ്ടം സ്ഥാനം അസ്തി. സംസ്കൃത സാഹിത്യത്തിൽ കഥാസാഹിത്യത്തിന് വിശേഷമായ സ്ഥാനമുണ്ട്, വിശേഷ സ്ഥാനമുണ്ട്. കഥാനാം ദ്വാരാ അതീവ മനോരഞ്ജകതയാ ജീവനസംബന്ധാः വിവിധാः ഉപദേശാः പ്രേരണാः ഹി ഏതസ്യ സാഹിത്യസ്യ പ്രയോജനം. കഥകളിലൂടെ വളരെ രസകരമായ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ ഉപദേശങ്ങളും പ്രചോദനവും നൽകുന്നു എന്നതാണ് ഈ സാഹിത്യത്തിൻ്റെ പ്രയോജനം, അതായത് ലക്ഷ്യമെന്ന് പറയുന്നത്. സംസ്കൃതസ്യ കഥാസാഹിത്യം അത്യന്തം സമൃദ്ധം വൈവിധ്യപൂർണം ച അസ്തി. അതായത് ഇവിടെ പറയാണ്, സംസ്കൃതത്തിലെ കഥാസാഹിത്യം വളരെയേറെ, അതായത് വളരെ അധികം സമ്പന്നവും, അതായത് റിച്ചും വൈവിധ്യപൂർണവുമാണ്, അതായത് ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റിയുമാണ്. പ്രസ്തുത പാഠഃ ഹിതോപദേശഃ ഇത്യസ്മാത് കഥാഗ്രന്ഥാത് സ്വീകൃതഃ. പ്രസ്തുത പാഠം ഹിതോപദേശം എന്ന കഥാഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. രാജ്ഞഃ ശൂദ്രകസ്യ, രാജാവ് ശൂദ്രകൻ്റെ സേവായാം നിയുക്തസ്യ, സേവയ്ക്കായി നിയുക്തനായ കസ്യചിത് വീരവരനാമകസ്യ, ഏതോ വീരവർ എന്ന പേരുള്ള കർത്തവ്യനിഷ്ഠസ്യ രാജപുത്രസ്യ, കർത്തവ്യനിഷ്ഠനായ രാജകുമാരൻ്റെ വൈശിഷ്ട്യസ്യ വർണ്ണനം കഥയാമത്ര വർത്തത്തെ. രാജകുമാരൻ്റെ സവിശേഷതകളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ഈ കഥയിൽ. സഹ രാജ്ഞഃ, ആ രാജകുമാരൻ രാജാവിൻ്റെയും രാഷ്ട്രസ്യ ച, രാജ്യത്തിൻ്റെയും രക്ഷണായ, രക്ഷയ്ക്കായി സ്വപ്രാണാൻ അപി അർപ്പയിതും, സ്വന്തം പ്രാണൻ പോലും അർപ്പിക്കാനായി ഉദ്യതഃ അഭവത്, തയ്യാറായി. തസ്യ സ്വാമിഭക്തിഃ രാഷ്ട്രായ സമർപ്പണഭാവഃ ച പ്രേരണാർഹഃ. അവൻ്റെ സ്വാമിഭക്തിയും അതുപോലെ രാഷ്ട്ര സമർപ്പണവും, അതായത് രാജ്യത്തിന് വേണ്ടി സമർപ്പണ ഭാവവും പ്രേരണായോഗ്യമാണ്. അത്ര ഏഷഃ പാഠഃ, ഇവിടെ ഈ പാഠത്തിൽ ഭാഗദ്വയേ അസ്തി, രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് ഇവിടെ ഈ പാഠത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. പഠനീയ ഇയം വീരവര കഥ, വായിക്കാം വീരവരൻ്റെ കഥ. അനുകരണീയ അയം വീരവരഃ, അനുകരിക്കാൻ യോഗ്യമാണ് ഈ വീരവരനെ, അതായത് അനുകരിക്കാം, അദ്ദേഹത്തെ പോലെ ആയിത്തീരാം. ചാപ്റ്ററിലേക്ക് നോക്കാം. ആസീത് ശോഭാവതി നാമ കാചന നഗരി. ശോഭാവതി എന്ന പേരുള്ള ഏതോ ഒരു നഗരം ഉണ്ടായിരുന്നു. തത്ര, അവിടെ ശൂദ്രകോ നാമ മഹാപരാക്രമി. ശൂദ്രകോ എന്ന പേരുള്ള, അതായത് ശൂദ്രകൻ എന്ന പേരുള്ള മഹാപരാക്രമി, നാനാശാസ്ത്രവേദ് ഭൂതചരിത്രഃ മഹീപതിഃ പ്രതിവസതി സ്മ. അതായത് അനേകം ശാസ്ത്രങ്ങൾ അറിയാവുന്ന പവിത്ര ചരിത്രമുള്ള രാജാവ് താമസിച്ചിരുന്നു. അതൈകദാ വീരവരനാമ രാജപുത്രഃ വൃത്യർത്ഥം കസ്മാദപി ദേശാത് രാജദ്വാരം ഉപാഗച്ഛതഃ. അതായത് ഒരു സമയം, അതായത് ദിവസം
വീരവര എന്ന പേരുള്ള ഒരു രാജകുമാരൻ ജീവിക്കാനായിട്ട്, ജീവിതമാർഗം നേടാനായിട്ട് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് രാജകൊട്ടാരത്തിലേക്ക് വന്നു. ോടൊപ്പം ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? തേന സഹ വേദരത നാമ തസ്യ പത്നി. രാജകുമാരൻ്റെ ഒപ്പം, അതായത് അവൻ്റെ ഒപ്പം വേദരത എന്ന പേരുള്ളവൻ്റെ ഭാര്യ, ശക്തിധരൻ എന്ന പേരുള്ള മകൻ, വീരവതി നാമ കന്യ ച സമായാതാഹ, വീരവതി എന്ന പേരുള്ള മകളും വന്നു. വീരവരഹ, വീരവരൻ പറയാണ്, പ്രതിഹാരം വീക്ഷ്യ, ദ്വാരപാലകനെ നോക്കി. ഭോ പ്രതിഹാര, ഹേ ദ്വാരപാലക, പ്രത്യർത്ഥമാകത്തോ രാജപുത്രോ അസ്മി, ജീവിതമാർഗം കണ്ടെത്താനായി വന്ന രാജകുമാരനാണ് ഞാൻ. തസ്മാത് ആനയമാം സ്വാമിനഃ സമീപം, അതുകൊണ്ട് തന്നെ അങ്ങയുടെ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോയാലും, അങ്ങയുടെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാലും. തതോ ദ്വാരകഃ തം പ്രഭുഃ സമീപം അനയത്, അങ്ങനെ ദ്വാരപാലകൻ അവനെ, അതായത് രാജകുമാരനെ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. വീരവരഹ പ്രണാമ പുരസ്സരം സവിനയം, ഇത് വളരെ റെസ്പെക്റ്റോടെ പ്രണാമം പറഞ്ഞ്, ദേവ, ഹേ മഹാരാജാവേ, യദി സൗഭാഗ്യേന അഹം ഭവതഃ സേവായാം നിയോജിതഃ, സൗഭാഗ്യത്താൽ അങ്ങയുടെ സേവയ്ക്കായി ഞാൻ നിയുക്തനായാൽ, തർഹി, അങ്ങനെയാണെങ്കിൽ, യഥാ ആദിശ്യതി തത് ശ്രദ്ധയാ പാലയിഷ്യാമി, എന്തുത്തരവാണോ നൽകുന്നത് അത് വളരെ ശ്രദ്ധയോടെ തന്നെ പാലിക്കാം. രാജാവ് ചോദിക്കുകയാണ്, കിം തേ വർത്തനം, എത്രയാണ് വേതനം, എത്രയാണ് സാലറി ഉദ്ദേശിക്കുന്നത്? വീരവരഹ പ്രതിദിനം സുവർണശതചതുഷ്ടയം ദേവ, എല്ലാ ദിവസവും സ്വർണത്തിൻ്റെ 400 മുദ്രകൾ മഹാരാജാവേ എന്ന് പറയാണ്. രാജ, കാത്തേ സാമഗ്രി, എന്താണ് നിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, എന്താണ് നിൻ്റെ സാധനങ്ങൾ, എന്താണ് നിൻ്റെ കയ്യിലുള്ളത്? വീരവരഹ ഈമൗ ബാഹു ഏഷ ഖഡഗച്ഛ, എൻ്റെ ഈ 2 കൈകളും ഈ വാളും. രാജ, കേട്ട രാജാവ് പറയാണ്, നൈതച്ചഖ്യം, ഇത് ഇമ്പോസിബിളാണ്, സംഭവ്യമല്ല. തശ്രുത്വാ വീരവരഹ രാജാനം പ്രണമ്യ രാജസഭാതഃ നിർഗതഃ, ഇത് കേട്ട വീരവരൻ രാജാവിനെ പ്രണാമം ചെയ്ത് രാജസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആട്ടെ, ഇത് കേട്ട മന്ത്രി എന്താ പറഞ്ഞേ? തത് അലോക്യ, ഇത് കണ്ടിട്ട്, ദേവ, ഹേ മഹാരാജാവേ, ദിനചതുഷ്ടസ്യ വേതന അർപ്പണേന പ്രഥമം പരീക്ഷ്യതാം, 4 ദിവസത്തെ ശമ്പളം കൊടുക്കുന്നതിലൂടെ ആദ്യം പരീക്ഷിച്ചാലും. സ്വരൂപമസ്യ വേതനാർത്ഥിനോ രാജപുത്രസ്യ, രാജകുമാരൻ്റെ സ്വഭാവവും ആചരണവുമെല്ലാം. കിം ഉപപന്നമേത്തത് വേതനം ന വേതി, അവൻ ഈ ശമ്പളത്തിന് അർഹനാണോ അതോ ഇല്ലേ എന്ന്. അഥ മന്ത്രിണം വചനാത്, അതിനുശേഷം മന്ത്രിയുടെ വചനം കൊണ്ട്, അതായത് മന്ത്രി പറഞ്ഞത് കേട്ട്, താംബൂലദാനേന നിയോജിതോ അസൗ രാജപുത്രോ വീരവരോ നരപതീന. എന്നിട്ട് സങ്കല്പം എടുക്കുകയാണ്. എങ്ങനെ എടുക്കുകയാണ്? അതായത് രാജാവാൽ രാജകുമാരനെ നിയുക്തനാക്കുന്നു എന്ന സങ്കല്പം. സച രാജപുത്രഃ, ആ രാജപുത്രനും, അതായത് ആ രാജകുമാരനും, പ്രതിദിനം പ്രഭാതേ, രാവിലെ തന്നെ എല്ലാ ദിവസവും, രാജദർശനാത് അനന്തരം, അതായത് രാജാവിനെ കണ്ടതിനു ശേഷം, സ്വവേതനസ്യ യച്ഛതി ദേവേഭ്യഃ അർദ്ധം, അവൻ്റെ
ശമ്പളത്തിൽ നിന്ന് പകുതി ദേവന്മാർക്ക് കൊടുക്കും. സ്ഥിതസ്യ ച അർദ്ധം ദരിദ്രേഭ്യോ ദദാതി. ബാക്കി പകുതി നിർധനരായ ആൾക്കാർക്ക് കൊടുക്കും. നിക്ഷിപതി ച തത് അവശിഷ്ടം ഭോജ്യവിലാസ വ്യയാർത്ഥം പത്ന്യാഹ അസ്തി. ബാക്കി വരുന്ന ഇത് എന്താണ്? ബാക്കി വരുന്നത് ഫുഡിനാണെങ്കിലും ആഡംബരത്തിനാണെങ്കിലും ആഡംബരത്തിന് വേണ്ടിയൊക്കെ ഭാര്യയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. തതോ ധൃതായുധഃ സഹ രാജദ്വാരം അഹർനിശം സേവത്തെ. അതിനുശേഷം ശസ്ത്രം ധരിച്ച് അവൻ രാജകൊട്ടാരത്തിൻ്റെ വാതിക്കൽ രാവും പകലും സേവിക്കും. യഥാ രാജാ സ്വയം ആദിശതി തഥാ യാതി സ്വഗൃഹം. എപ്പോഴാണോ രാജാവ് നേരിട്ട് ഓർഡർ കൊടുക്കുന്നത് അപ്പോളേ സ്വന്തം വീട്ടിലേക്ക് പോകൂ. അത് ഏകദാ കൃഷ്ണചതുർദശ്യാം അർദ്ധരാത്രി സ രാജ ശ്രുത്വാൻ കരുണ രോദന ധ്വനിൻ കഞ്ചന. അതായത് ഒരിക്കൽ ദിവസം കൃഷ്ണപക്ഷത്തിൻ്റെ ചതുർദശി നാളിൽ അർദ്ധരാത്രിയിൽ രാജാവ് എവിടെ നിന്നോ ആരോ കരയണ ശബ്ദം കേൾക്കാൻ ഇടയായി. അപ്പോൾ രാജാവ് പറഞ്ഞു, കോത്ര ദ്വാരി തിഷ്ഠതി. ആരാണ് അവിടെ നിൽക്കുന്നത്? വീരവരഹ. ഇത് കേട്ട് വീരവരൻ പറയാണ്, സേവകോ വീരവരോ അത്ര ദ്വാരി വർത്തതി ദേവ. ഹേ മഹാരാജാവേ, സേവകനായ വീരവരനാണ് ഇവിടെ നിൽക്കുന്നത്. രാജ ക്രന്ദനം അനുസര രാജപുത്ര. ഹേ രാജകുമാര, കരച്ചിലിൻ്റെ പിന്നാലെ പോയാലും. അതായത് രാജാവ് പറയാണ്, ഇതാരാ കരയണേന്നൊന്ന് അറിഞ്ഞാട്ടെ എന്ന്. ഓക്കെ. വീരവരഹ യഥാ ആദിശതി ദേവ. അങ്ങയുടെ ആജ്ഞ പോലെ മഹാരാജാവേ. അങ്ങനെ വീരവരൻ ആരാ കരയണേന്ന് അറിയാനായിട്ട് പോവുക. ഓക്കെ. തതോ അസോ തത് രോദനസ്വരം അനുസരണ പ്രചലിത. ശേഷം അവൻ ആ കരച്ചിലിൻ്റെ പിന്നാലെ പോകുന്നു. രാജ സ്വഗതം. അപ്പം രാജാവ് പറയാണ്, സ്വഗതം, സ്വന്തമായി തന്നെ. നൈഷഗന്തുമർഹതി രാജപുത്ര ഏകാകി സൂചിഭേദേ തിമിരേ യസ്മിൻ. ഈ കൊടും അന്ധകാരത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത് രാജകുമാരന് ഉചിതമാവില്ല, ശരിയാവില്ല. തസ്മാത്, അതുകൊണ്ട് തന്നെ, അഹമപി ഗച്ഛാമി, ഞാനും പോകാം. പൃഷ്ടോവസ്യ, അവൻ്റെ പുറകെ. നിരൂപയാമി ചക്കിം ഏതത് ഇതി, എന്നിട്ട് നോക്കാം ഇത് എന്താണെന്ന്. തതോ നരപതിഃ ഖഡ്ഗപാണിഃ തസ്യ അനുസരണക്രമേണ ബഹിഃ നിർഗച്ഛത് നഗരീദ്വാരാത്. എന്നിട്ട് രാജാവ് കയ്യിൽ വാളുമേന്തി അവൻ്റെ പിന്നാലെ പോയി. അങ്ങനെ അദ്ദേഹം നഗരത്തിൻ്റെ വെളിയിലേക്ക് ചെന്നെത്തി. ഗച്ഛത രാജപുത്രേണ ബഹിഃ നഗരാദാലേഖിത അലോകിത രോദനപരാ കാപി സുന്ദരി ദിവ്യാഭരണഭൂഷിത. അപ്പം എന്താ കണ്ടത്? അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് രാജകുമാരൻ നഗരത്തിൻ്റെ വെളിയിൽ സർവാഭൂഷണ വിഭൂഷിതയായ ഒരു സ്ത്രീയെ കണ്ടത്. വീരവരഹ, വീരവരൻ പറയാണ്, കാത്വം അംബ കിമർത്ഥം വിലപസി. ഹേ അമ്മേ, നിങ്ങൾ ആരാണ്? എന്തിനാ ഇങ്ങനെ കരയണേ? ആട്ടെ, ഇത് കേട്ട രാജലക്ഷ്മി എന്താ പറഞ്ഞേ? രാജലക്ഷ്മി പറഞ്ഞു, വത്സ, ഹേ മകനെ, അഹമേതസ്യ ഭൂപാലസ്യ ശൂദ്രകസ്യ രാജലക്ഷ്മിരസ്മി. ഹേ മകനെ, ഞാൻ ഈ രാജാവായ ശൂദ്രകൻ്റെ രാജലക്ഷ്മിയാണ്. ചിരമേതസ്യ ഭുജഛായായാം സുമഹതാ സുഖേന നിവസാമി. കാലങ്ങളായിട്ട് ഭുജങ്ങളുടെ ഛായയിൽ താമസിച്ചുകൊണ്ടേയിരുന്നു, അതായത് താമസിക്കുകയായിരുന്നു. സാമ്പ്രതം തു ദേവ്യാ അപരാധേനാഥ പ്രഭൃതി
തൃതീയദിവസേ രാജാ പഞ്ചത്വം യാസ്യതി. ഇത് പറയാൻ കാരണം എന്താണ്? ദേവിയുടെ അപരാധത്താൽ ഇന്നേക്ക് 3-ാം ദിവസം രാജാവിന് മൃത്യു വരിക്കും. രാജാവ് മരണപ്പെടും. തഥാ അഹം അനാഥ ഭവിഷ്യാമി. തഥാ അഹം അനാഥ ഭവിഷ്യാമി. അപ്പോൾ ഞാൻ അനാഥയാകും. തദിദാനിം നാത്ര സ്ഥാസ്യാമിതി ക്രന്ധാമി. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതും, അതുകൊണ്ട് തന്നെയാണ് കരയുന്നതും. വീരവരഹ. ഇത് കേട്ട വീരവരൻ എന്താ പറഞ്ഞേ? തത് അകണര്യ പ്രണിപത്യ. ഇത് കേട്ട് തല കുനിച്ച്, ഭഗവതി, ഹേ ദേവി, അസ്ത്യത്ര കശ്ചിതുപായോ. എന്തെങ്കിലും ഉണ്ടോ ഉപായം? യേന ഭഗവത്യാഹ പുനരിഹ ചിരവാസോ ഭവതി. അങ്ങക്ക് ഏറെക്കാലം ഇവിടെ തന്നെ കഴിയാനായിട്ട് എന്തെങ്കിലും ഉപായമുണ്ടോ? സുചിരം ജീവതി ച സ്വാമിഹി. സ്വാമിയും ഏറെക്കാലം ജീവനോടെ തന്നെ നിലകൊള്ളാൻ എന്തെങ്കിലും ഉപായമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാജലക്ഷ്മി. രാജലക്ഷ്മി പറഞ്ഞു, അസ്തി വത്സ, ഉണ്ട് മകനെ, ഏകേവത്ര പ്രവൃത്തി. ഒരു പ്രവൃത്തിയുണ്ട്. സ ച അതീവ ദുസ്സാധ്യ. പക്ഷേ അത് ഏറെ കഠിനമാണ്. വീരവരഹ. അപ്പോൾ വീരവരൻ പറഞ്ഞു, സാഷ്ടാംഗം നമസ്കൃത്യ. സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, പ്രണാമം പറഞ്ഞുകൊണ്ട്, അംബ, ഹേ ദേവി, കഥയ, പറഞ്ഞാലും, കസ ഉപായ ദുസ്സാധ്യ. ആ കഠിനമായ ഉപായം എന്താണ്? അപ്പോൾ രാജലക്ഷ്മി പറയാണ്, ശ്രൂയതാം പുത്ര, കേട്ടാലും മകനെ, യദി ത്വയാ സ്വസ്യ സർവതഃ പ്രിയം വസ്തു സഹാസവദനേന ഭഗവത്യായി സർവമംഗലായി ഉപഹാരഃ ക്രിയേത്. അതായത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു വളരെ സന്തോഷത്തോടെ തന്നെ ദേവി സർവമംഗലയ്ക്ക് അർപ്പിക്കുകയാണെങ്കിൽ, തഥാ പുനർജീവിഷ്യതി രാജാ ശൂദ്രകോ വർഷാണാം ശതം. അങ്ങനെയാണെങ്കിൽ രാജാവ് ഇനിയും 100 വർഷം കൂടി ജീവനോട് തന്നെ നിലകൊള്ളും, ജീവനോട് തന്നെ ഇരിക്കും. അഹമശ്ച സുഖേന നിവസ്യാമി. അതുപോലെ എനിക്കും സൗഖ്യത്തോടെ കഴിയാൻ സാധിക്കും. തഥാ സ തത്ക്ഷണാദേവ ഗത അദൃശ്യതാം തത് സമുഖാത്. അതായത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രാജകുമാരൻ്റെ മുന്നിൽ നിന്ന് ആ ക്ഷണം തന്നെ അദൃശ്യയായി. അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൺ ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.